അപ്പോൾ നമ്മളുടെ 28th ക്വസ്റ്റ്യൻ ഇതും എനിക്ക് തന്നെ പറഞ്ഞു മടുത്തു. കാരണം നമ്മുടെ ലൈവ് സ്റ്റേഷനിൽ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. നോക്കൂ, എയ്ഡ്സ് ഇസ് എ ഡ്രെഡ്ഫുൾ ഡിസീസ് കോസ്ഡ് ബൈ HIV. എയ്ഡ്സ് എല്ലാവർക്കും അറിയാലോ, HIV വൈറസ് കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ആൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് സെൽസ് ഇൻ ഹ്യൂമൻ ബോഡി ആർ എഫക്റ്റഡ് ബൈ HIV? നമ്മളുടെ ബോഡിയിൽ ഏത് സെൽസ് ആണ് HIV എഫക്റ്റഡ് ആവുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഏതാണ്? നമ്മളുടെ ലിംഫോസൈറ്റ്സ് ആണ് അല്ലേ? ലിംഫോസൈറ്റ്സ് ആണ് നമ്മളുടെ ബോഡിയിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നത്. നമ്മൾക്ക് സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി തരുന്ന നമ്മളുടെ ലിംഫോസൈറ്റ്സിനെയാണ് ഈ HIV വൈറസ് എഫക്ട് ചെയ്യുന്നത്. അപ്പം ഏത് സെൽസ് ആണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? നമ്മളുടെ WBCയിലെ ലിംഫോസൈറ്റ്സിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ways by which HIV ട്രാൻസ്മിറ്റഡ്. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എങ്ങനെയൊക്കെയാണ് 2 സിറ്റുവേഷൻസ് പറയാൻ പറഞ്ഞു, എങ്ങനെയൊക്കെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യില്ല എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഏതൊക്കെയാണ് 2 ways HIV ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് 4 ways ഉണ്ട്, ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ് വരാം, പിന്നെയോ അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ വരാം, അൺപ്രൊട്ടക്റ്റഡ് സെക്സ് എഴുതാം. പിന്നെ ഇങ്ങനെ വരും, നീഡിൽസ് ഷെയർ ചെയ്യുന്നതിലൂടെ വരും, നീഡിൽസ് ഷെയറിങ്ങിലൂടെ എന്ന് എഴുതിയാലും കറക്റ്റാണ്. പിന്നെയോ ബോഡി ഫ്ലൂയിഡ്സിലൂടെ അല്ലേ, നമ്മൾ ബ്ലഡൊക്കെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഇൻഫെക്റ്റഡ് പേഴ്സണിൻ്റെ ബ്ലഡിലൂടെയോ ഓർഗൻ ഡൊണേഷനിലൂടെയോ ഒക്കെ എന്ത് വരും? നമുക്ക് HIV സ്പ്രെഡ് ആവും. അപ്പോൾ ഈ 4 സിറ്റുവേഷൻസിൽ 1, 2, 3, 4 ഇതിൽ ഏതെങ്കിലും 2 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി, അതായത് നിങ്ങൾക്ക് മാർക്ക് കിട്ടി. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോസസ് ഇൻ ദ സെൻസ് ഓഫ് സൈറ്റ് ഇസ് ഗിവൻ ബിലോ, അറേഞ്ച് ദം ഇൻ സീക്വൻഷ്യൽ ഓർഡർ. നമ്മളുടെ സെൻസ് ഓഫ് വിഷൻ നമ്മൾ ഇതും ഫ്ലോ ചാർട്ട് വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് വെച്ചിട്ട് നിങ്ങളോട് ഇത് കറക്റ്റ് ഓർഡറിലാക്കാനാണ് പറഞ്ഞത്. അപ്പം നോക്കൂ, ഏതൊക്കെയാണ് സെൻസ് ഓഫ് സൈറ്റ്, ലെൻസ് ഫോക്കസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് ഏതാണ്? നമ്മളുടെ ലൈറ്റ് റേസ് ആദ്യം തട്ടിൽ കോർണിയലാണ് അല്ലേ? അപ്പോൾ കോർണിയ റിഫ്രാക്ട് ചെയ്യണം ഈ ലൈറ്റ് റേസിന്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് വരുന്നത് കോർണിയ റിഫ്രാക്ട്സ് ലൈറ്റ് റേസ് ഇൻ ടു ദ ഐ. അപ്പോൾ നമ്മളുടെ കോർണിയയിലൂടെ കടന്നു. പിന്നെ ഏതിലൂടെയാണ് പോകുന്നത്? പ്യൂപ്പിളിലൂടെയാണ് അല്ലേ? അടുത്തത് കിടക്കുന്നത് എവിടെ തന്നിരിക്കുന്നത് നോക്കൂ, ലൈറ്റ് എൻറ്റേഴ്സ് ത്രൂ ദ പ്യൂപ്പിൾ ആൻഡ് ഫോൾ ഓൺ ദ ലെൻസ്. അതാണ് സെക്കൻഡ് പോയിന്റ് വരുന്നത്. പ്യൂപ്പിളിലൂടെ ലൈറ്റ് റേസ് എൻ്റർ ചെയ്തിട്ട് എങ്ങോട്ട് പോകുന്നു? ലെൻസിലൂടെ പോകുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു ക്ലൂ കിട്ടി. അടുത്തത് ഇതാണ്, ലെൻസ് ആയിരിക്കും. നോക്ക്, എവിടെയാണ് ലെൻസ് ഉള്ളത്? ലെൻസ് ഫോക്കസ് ദ ലൈറ്റ് റേസ് ഇൻ ടു ദ റെറ്റിന. ആ ലെൻസിൽ വീണ് കഴിഞ്ഞ ലൈറ്റ് റേസിനെ കറക്റ്റ് റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ തേർഡ് ഏതാണ്? ലൈറ്റ് റേസിനെ എന്ത് ചെയ്യും? ലെൻസ് റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. പിന്നെയോ അപ്പോൾ അവിടെ നെക്സ്റ്റ് ക്ലൂ കിട്ടി, റെറ്റിനയിലേക്ക് കിട്ടി. അപ്പോൾ എന്താണ് ഇവിടെ നോക്കൂ, ഫോട്ടോ സെൻസറി സെൽസ് ഓൺ ദ റെറ്റിന സ്റ്റിമുലേറ്റഡ്. ലൈറ്റ് റേസ് നമ്മളുടെ ഈ റെറ്റിനയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഫോട്ടോ സെൻസറി സെൽസ് സ്റ്റിമുലേറ്റഡ് ആകുന്നു. ഫോർത്ത് വൺ കിട്ടി. അപ്പോഴോ സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത്? ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഇമ്പൾസസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഒപ്റ്റിക് നെർവ് ടു ദ സെറിബ്രം. അപ്പോൾ ഫിഫ്ത്ത് പോയിന്റ് നമുക്കിവിടെ എല്ലാത്തിലും അതിൻ്റെ അറ്റത്തറ്റത്ത് എന്തുണ്ട്? അതിൻ്റെ ക്ലൂ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ എത്തി, സെറിബ്രത്തിൽ എത്തി എന്ന് പറഞ്ഞു. സെറിബ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടി? സെൻസ് ഓഫ് സൈറ്റ് കിട്ടി. ദെൻ സിക്സ്ത് പോയിന്റ്, സെൻസ് ഓഫ് സൈറ്റ്. എല്ലാവർക്കും ഇത് കിട്ടിയില്ലേ? കാരണം നിങ്ങളൊന്ന് കറക്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് അത് എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ? ഈ ഒരു ഓർഡർ എല്ലാവരും കറക്റ്റ് ആക്കിയില്ല, ഇങ്ങനെ തന്നെയല്ലേ എഴുതി. നമ്മൾ ഇന്നലത്തെ സെഷനിൽ ഈ ഒരു ചാർട്ട്, ഫ്ലോ ചാർട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ന്യൂസ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ന്യൂസ് തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. The worldwide endeavor to develop a safe and effective COVID-19 vaccine is now bearing fruit. നമുക്കറിയാം, ഇപ്പോൾ വാക്സിൻ നമ്മൾ കുറേ കാലമായിട്ട് ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ വാക്സിൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കത് എത്തിക്കഴിഞ്ഞു അല്ലേ? ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ വാക്സിൻസ്? ഇതും എഗെയിൻ നമ്മളുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു എന്താണ് വാക്സിൻ. എന്താണ് വാക്സിൻ? വാക്സിൻസ് ആർ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ. വാക്സിൻസ് ആർ സബ്സ്റ്റൻസസ്. നമ്മൾ ഇന്നലെ ഇതേ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് വാക്സിൻസ് ആർ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ, കൃത്രിമ പ്രതിരോധവൽക്കരണം അല്ലേ? ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 components യൂസ്ഡ് ഇൻ ദ വാക്സിൻ. ഇതും നമ്മൾ പറഞ്ഞതാണ്. നമ്മളുടെ വാക്സിനിൽ ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും 2 കോമ്പണൻസ് നിങ്ങൾക്കറിയാം ഏതൊക്കെയുണ്ട്? നമ്മൾ കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള ജേംസിനെ ഇതിലിടും, അതൊരു കോമ്പണൻ്റ് ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ടോക്സിൻസ്, പാത്തോജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള ടോക്സിൻസ് ഇടും, അല്ലെങ്കിൽ പാത്തോജൻസിൻ്റെ സെല്ലുലാർ പാർട്സ് ഇടും. ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്താണ്? നമ്മളെ വാക്സിൻ്റെ കോമ്പണൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും എഴുതിയാൽ മതി. ഒന്നെങ്കിൽ സെല്ലുലാർ പാർട്സ് ഓഫ്
പാത്തജൻ, അല്ലെങ്കിൽ ന്യൂട്രലൈസ്ഡ് ടോക്സിൻ, അല്ലെങ്കിൽ ന്യൂട്രലൈസ്ഡ് പാത്തജൻ, ഇനാക്റ്റീവ് പാത്തജൻ, അല്ലെങ്കിൽ കിൽഡ് പാത്തജൻ എന്നൊക്കെ എഴുതിയാൽ ഏതാണ്? കോമ്പണൻസ് ആണ്. നിങ്ങളോട് എത്ര എണ്ണം എഴുതാൻ പറഞ്ഞാൽ 2 കോമ്പണൻസ്, ഇതിൽ ഏതെങ്കിലും 2 കോമ്പണൻസ് എഴുതിയാൽ മതി. ഓക്കെ, നെയിം എനി 2 വാക്സിൻസ്. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, നമ്മൾക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ടേബിളിലെ എല്ലാ വാക്സിൻസിനെയും നമ്മൾ പറഞ്ഞതാണ്. നിങ്ങൾ എല്ലാവരും കമൻറ്റും ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഏത് എഴുതാം? BCG എഴുതാം, TT എഴുതാം, MMR എഴുതാം, ഒക്കെ ഉണ്ടല്ലേ. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇല്ലസ്ട്രേഷൻ ആണ്. എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഫില്ലപ്പ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത്? ഇവിടെയാണ് അല്ലേ. ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവിടെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അങ്ങനെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടായി കഴിഞ്ഞാലുള്ള ചാർട്ട് ഇവിടെ കംപ്ലീറ്റഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ നാച്ചുറൽ സെലക്ഷൻ ലീഡ്സ് ഇൻ ടു ദ ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്. നാച്ചുറൽ സെലക്ഷൻ എങ്ങനെയാണ് പുതിയ സ്പീഷീസിന്റെ ഒറിജിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ്? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഫേവറബിൾ വാരിയേഷൻ, അതിൽ നല്ല വാരിയേഷൻസ് ഉള്ളതിനെയാണ് നേച്ചർ സെലക്ട് ചെയ്യുന്നത് നമുക്കറിയാം. അങ്ങനെ ജനറേഷൻ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ഫേവറബിൾ വേരിയേഷൻസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്തത് എന്താവും? ഒരു പുതിയ സ്പീഷീസ് ആവും. അപ്പം നേച്ചുറൽ സെലക്ഷൻ എങ്ങനെയാണ് ന്യൂ സ്പീഷീസിന്റെ ഒറിജിന് കാരണമാവുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഫേവറബിൾ വാരിയേഷൻസ് ഗെറ്റ് അക്യുമുലേറ്റഡ് ഓവർ ജനറേഷൻസ്, എന്നിട്ട് എന്തുണ്ടാകും? ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഒരു ജനറേഷൻ അല്ലേ കാണുള്ളൂ. ഒരു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടായി, ഫേവറബിൾ വാരിയേഷൻ ഉണ്ടായി, ആ ഒരു സ്പീഷീസ് സർവൈവ് ചെയ്യും. പിന്നെ ഒരു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടായി, പിന്നെയും ഫേവറബിൾ. അങ്ങനെ ഒരു സ്പീഷീസിന്റെ മുകളിലാണ് ഇങ്ങനെ എന്തുണ്ടാവുന്നത്? ഫേവറബിൾ വാരിയേഷന്റെ അക്യുമുലേഷൻ ഉണ്ടാവുന്നത്. അങ്ങനെ നല്ല വേരിയേഷൻസ് ഉള്ള സ്പീഷീസ് എന്താകും? സെലക്റ്റഡ് ആകും. അതൊരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറും. അതാണ് അതിൻ്റെ ആൻസർ. എന്താണ്? ഫേവറബിൾ വേരിയേഷൻസ് ഗെറ്റ് അക്യുമുലേറ്റഡ് ഓവർ ജനറേഷൻ ആൻഡ് ന്യൂ സ്പീഷീസ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. സെയിം ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ ഇനിയും പറയുന്നില്ല, എല്ലാവരും ലൈവ് കണ്ട എല്ലാവർക്കും ഇത് കിട്ടിയിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ദ പ്രോസസ് ഇല്ലസ്ട്രേറ്റഡ് ഹിയർ. ഏത് പ്രോസസ് ആണെന്നാണ് ചോദ്യം. ഏത് പ്രോസസ് ആണ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, പ്രത്യേകം ഓർത്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഏതാണ്? ഫാഗോസൈറ്റോസിസ് ആണ് അല്ലേ? ഫാഗോസൈറ്റോസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം 2 വൈറ്റ് ബ്ലഡ് സെൽസ് പെർഫോമിംഗ് ദിസ് ഫംഗ്ഷൻ. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്താണ്. 2 വൈറ്റ് ബ്ലഡ് സെൽസ് ഇങ്ങനെ ഫാഗോസൈറ്റോസിസിലൂടെ പാത്തോജനെ ഡെസ്ട്രോയ് ചെയ്യുന്ന 2 വൈറ്റ് ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ ആൻഡ് മോണോസൈറ്റ്. ന്യൂട്രോഫിൽ, മോണോസൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പ്രോസസ് എന്നാണ് ചോദിച്ചത്. ഈ ഒരു പ്രോസസ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ്. എന്തും ആലോചിച്ച് നോക്കൂ. ഒരു പാത്തോജൻ വരുന്ന അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എൻഗൾഫ് ചെയ്ത് ഡെസ്ട്രോയ് ചെയ്യാണ്. അപ്പം അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഫാഗോസൈറ്റോസിസ് എന്താണെന്ന് എഴുതാം. ഫാഗോസൈറ്റോസിസ് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എൻഗൾഫിങ് ആൻഡ് ഡെസ്ട്രോയിങ് ബാക്ടീരിയ. അപ്പോൾ പാത്തോജൻ വരുന്ന ആ പാത്തോജന് നമ്മുടെ ബോഡീനെ ഡെസ്ട്രോയ് ചെയ്യാനോ നമ്മുടെ ബോഡീനെ എഫക്റ്റ് ചെയ്യാനോ സമയമില്ല. അപ്പം തന്നെ വന്ന് ഈ ഫാഗോസൈറ്റ്സ് പോയി അവർ എൻഗൾഫ് ചെയ്ത് ഡെസ്ട്രോയ് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ പാത്തോജൻസിനെ ഡെസ്ട്രോയ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഈ ഒരു ഫിഗർ നമ്മൾ ലൈവ് സെഷനിൽ തന്നെ ഒരുപാട് പേര് കണ്ടും എടുത്തിട്ടുണ്ടാവും. കാരണം എല്ലാ ലൈവ് സെഷനിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഫിഗർ അല്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നോക്കൂ, ഐഡന്റിഫൈ ദ സെൽ. ഏതാണ്? നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് പോർഷനിൽ തന്നെ പറയുന്ന സെല്ലാണ്. എല്ലാവർക്കും അറിയാം. ഏതാണ്? ന്യൂറോൺ ആണ് അല്ലേ? ന്യൂറോൺ എന്ന് എഴുതിയാലും നെർവ് സെൽ എന്ന് എഴുതിയാലും കറക്റ്റാണ്. ന്യൂറോൺ ഓർ നെർവ് സെൽ. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പാർട്സ് ലേബിൾഡ് എ ആൻഡ് ബി. എ ആൻഡ് ബി എന്ന് പറഞ്ഞ് ലേബിൾ ചെയ്തിട്ടുള്ള പാർട്സ് എഴുതാനാണ് പറഞ്ഞത്. സിയും ലേബിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എയും ബിയും ആണ്. എ ഏതാണ്? ഡെൻഡ്രോൺ ആണ്. എ എന്ന് പറഞ്ഞത് ഡെൻഡ്രോൺ ആണ്. ബി ഏതാണ്? നമ്മളുടെ ആക്സോൺ ആണ് അല്ലേ? ബി എന്ന് പറയുന്നത് ആക്സോൺ. ആൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഫംഗ്ഷൻ ഓഫ് സി. സിയുടെ ഫംഗ്ഷൻ ഏതാണെന്നാണ് പറഞ്ഞത്. സി എന്താണെന്ന് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം സി എന്താണ് ഇവിടെ. സി എന്ന് പറഞ്ഞത് നമ്മളുടെ സിനാപ്റ്റിക് നോബാണ് അല്ലേ? സി സിനാപ്റ്റിക് നോബാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് അതിന്റെ ഫംഗ്ഷനാണ് എഴുതാൻ പറഞ്ഞത്. സിനാപ്റ്റിക് നോബിന്റെ ഫംഗ്ഷൻ എന്താണ്? എല്ലാവർക്കും അറിയാം. എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുന്നതാണ്. സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ.
അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. എന്തിനു വേണ്ടിയിട്ട്? ഈ ഇമ്പൾസസിനെ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട്, ഇത് നോക്കിയിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ലൈവ് സെഷൻ കണ്ടവർക്ക് അല്ലെങ്കിൽ നമ്മൾ എല്ലാം നന്നായിട്ട് പഠിച്ചവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. നിങ്ങൾ പേടിക്കേണ്ട, ഈ ക്വസ്റ്റ്യനിൽ ഒരു നിങ്ങൾ ആരും പേടിക്കേണ്ട, ഈ ക്വസ്റ്റ്യനിൽ തന്നെ എൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം നിങ്ങൾ പഠിച്ചതിലല്ല തെറ്റ്, ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് വന്നതാണ്. എന്താണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. നമുക്കറിയാം നമ്മുടെ പാൻക്രിയാസിലുള്ള ക്ലസ്റ്റർ ഓഫ് സെൽസ് ആണ്. അതിൽ ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവർ ഗ്ലൂക്കഗോൺ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. കാരണം എന്താണ്? ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ ആണ്, അല്ലേ? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ മിസ്റ്റേക്ക് വന്ന കാരണം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആരും പേടിക്കേണ്ട, നിങ്ങൾക്ക് എന്തായാലും ഈ ക്വസ്റ്റ്യനിൽ മാർക്ക് ഉറപ്പാണ്. കാരണം ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ അവർ ഉദ്ദേശിച്ച പോലെ ആൻസർ തരില്ല. ഓക്കെ, ഐഡന്റിഫൈ 1 and 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 and 2 എന്താണ്? ബീറ്റാ സെൽസും ഉണ്ട്, ഇവിടെ ആൽഫ സെൽസ് ഉണ്ട്, അല്ലേ? ബീറ്റാ സെൽസ്, ആൽഫ സെൽസ്. ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇത്? ഗ്ലൂക്കഗോൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കല്ല തെറ്റ് പറ്റിയത്, ക്വസ്റ്റ്യൻ ഇട്ട ആൾക്കാർക്കാണ്. ഒരു ചെറിയ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും, നിങ്ങൾ ആരും പഠിച്ചത് തെറ്റല്ല. ആൻഡ് റൈറ്റ് 2 functions of 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2യുടെ ഫംഗ്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. അവരിവിടെ ഉദ്ദേശിച്ചത് മാറിപ്പോയത് കാരണമാണ് അങ്ങനെ വന്നത്. ഗ്ലൂക്കഗോണിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണെങ്കിൽ 2. ഗ്ലൂക്കഗോണിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുക എന്നുള്ളതാണ് ഗ്ലൂക്കോസിന്റെ ഫംഗ്ഷൻ. ടു റേസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലാണ് ആൻസർ ചെയ്യുന്നത്. ആൻഡ് നെയിം ദ കണ്ടീഷൻ റിസൾട്ടഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് 2. 2യുടെ ഡെഫിഷ്യൻസി കാരണം, 2 എന്ന് പറയുന്നത് ഇവർ ഉദ്ദേശിച്ചത് ഇൻസുലിൻ ആണ്. കാരണം ക്വസ്റ്റ്യൻ തെറ്റായിപ്പോയത് കാരണം. ശരിക്കും ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇൻസുലിൻ ഡെഫിഷ്യൻസി കാരണം വരുന്ന അസുഖം ഏതാണ്? ഡയബറ്റിസ് മെലിറ്റസ്, അല്ലേ? ഇതാണ് പ്രമേഹ രോഗമാണ്. അപ്പം ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന അസുഖമാണ് ഡയബറ്റിസ് മെലിറ്റസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തെറ്റായത് കാരണം നിങ്ങളിത് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും, അല്ലേ? ഒരുപാട് കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടാവും. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന് മാർക്ക് കിട്ടും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, BCG is the vaccine used against this disease. BCG എന്ന് പറയുന്ന വാക്സിൻ ഈ അസുഖത്തിനെതിരായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഈ അസുഖത്തിന് നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്സിൻ ആണെന്നാണ് പറഞ്ഞത്. ഏത് അസുഖം എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കറിയാം, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. Which disease is mentioned here? ഏത് അസുഖത്തിനെ പറ്റിയാണ് പറയുന്നത്? ക്ഷയം, അല്ലെ? ട്യൂബർക്കുലോസിസ് ആണ്. ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന അസുഖത്തിനെ പ്രതിരോധിക്കാൻ നമ്മൾ എടുക്കുന്ന വാക്സിനാണ് BCG, അല്ലെ? എല്ലാവർക്കും കിട്ടിയില്ലേ? ആൻഡ് ഹൗ ദിസ് ഡിസീസ് ഇസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എങ്ങനെയാണ് ഒരു പേഴ്സണിൽ നിന്ന് അടുത്ത പേഴ്സണിലേക്ക് ഈ അസുഖം ട്രാൻസ്മിറ്റ് ആവുന്നത്. എങ്ങനെയാണ്? കഫിലൂടെയും സ്നീസിങ്ങിലൂടെയൊക്കെയല്ല. കഫിങ് ആൻഡ് സ്നീസിങ് ആണ്. കഫ് ആൻഡ് സ്നീസിങ്. നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെ എന്താവും? ഈ ബാക്ടീരിയ എയറിലൂടെ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് സ്പ്രെഡ് ആവും. അപ്പോൾ കഫിങ് ആൻഡ് സ്നീസിങ് ആണ് ആൻസർ. നെയിം ദ ബാക്ടീരിയ കോസിങ് ദിസ് ഡിസീസ്. ഈ അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേര് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. എല്ലാവരും ഇന്നലെ കമന്റ് ചെയ്തിട്ടുള്ളതാണ്. ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ഈ അസുഖം കോസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേര് ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 organs affected by this disease. ഈ അസുഖം കാരണം എഫക്റ്റഡ് ആവുന്ന ഏതെങ്കിലും 2 ഓർഗൻസ് ഏതൊക്കെയാണെന്ന്. ഈ അസുഖം കാരണം പ്രൈമറിലി എഫക്റ്റ് ആവുന്ന, ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് എല്ലാവർക്കും അറിയാം, ഏതാണ്? നമ്മുടെ ലങ്സ് ആണല്ലേ. നമ്മുടെ ലങ്സിനെയാണ് പ്രൈമറി ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ പോകെ പോകെ എവിടേക്ക് എഫക്റ്റ് ചെയ്യും? നമ്മളുടെ കിഡ്നീനെ, നമ്മളുടെ ജോയിൻസിനെ, ബോൺസിനെ, പിന്നെ ബ്രെയിനൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പം ഏതെങ്കിലും ഓർഗൻ എന്ന് ചോദിച്ചതുകൊണ്ട് ലങ്സ് എഴുതാം, കിഡ്നി എഴുതാം, ബ്രെയിൻ എഴുതാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും എഴുതിയാൽ മതി. 35th ക്വസ്റ്റ്യൻ ആണ്, റീഡ്രോ ദ ഫിഗർ, ഐഡന്റിഫൈ, നെയിം ആൻഡ് ലേബൽ ദ ഫോളോയിങ് പാർട്സ്. 3 എണ്ണം പറഞ്ഞിട്ടുണ്ട്, റീഡ്രോ ചെയ്യുക. ഇത് ഈ ഫിഗർ അതുപോലെ തന്നെ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വരയ്ക്കുക. എന്നിട്ടോ ഐഡന്റിഫൈ ചെയ്യണം, നെയിം ചെയ്യണം, എന്നിട്ട് ലേബൽ ചെയ്യണം പാർട്സ്. ഇവിടെ ഹിൻസ് തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് ആദ്യം ഈ ഫിഗർ വരച്ചിട്ട് പാർട്സ് ഐഡന്റിഫൈ ചെയ്ത് ലേബൽ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. റീഡർ ദ ഡയഗ്രാം എല്ലാവരും വരച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം, വരയ്ക്കാനുള്ളതാണെങ്കിൽ എടുത്ത് വരയ്ക്കുക തന്നെ വേണം. ദ പ്രൊജക്റ്റഡ് ട്രാൻസ്പാരന്റ് ആന്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ. നമ്മളുടെ സ്ക്ലീറയുടെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ആന്റീരിയർ പാർട്ട്, ട്രാൻസ്പാരന്റ് ആന്റീരിയർ പാർട്ട് ഏതാണ്? എല്ലാവർക്കും അറിയാലേ, നമ്മളുടെ കോർണിയ ആണ്. കോർണിയ.
ഫസ്റ്റ് വൺ കോർണിയ, ഇങ്ങനെ നിങ്ങൾ ലേബൽ ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ്, ദ അപ്പർച്ചർ സീൻ അറ്റ് ദ സെന്റർ ഓഫ് ദ ഐറിസ്. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്താണെന്നല്ലേ, ഐറിസിന്റെ സെന്ററിലുള്ള അപ്പർച്ചർ ഏതാണ്? നമ്മൾ പറഞ്ഞു കണ്ണിലെ കൃഷ്ണമണി എന്നൊക്കെ പറഞ്ഞു ഓർത്തെടുക്കാൻ പറഞ്ഞതാണ്. ഏതാണ്? ഇവിടെയാണ് അല്ലേ, പ്യൂപ്പിൾ ആണ് വരുന്നത്, പ്യൂപ്പിൾ. ഓക്കെ, and see the nerve that transmit the impulses to the brain. നമ്മളുടെ റെറ്റിനയിൽ ഉണ്ടാവുന്ന ഈ ഇമ്പൾസസിനെ, ഫോട്ടോ റിസെപ്റ്ററിൽ ഉണ്ടാവുന്ന ഇമ്പൾസസിനെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നത് ഏത് നെർവാണ്? ഇവിടെ ഉണ്ടല്ലേ, ഒപ്റ്റിക് നെർവാണ്. ഒപ്റ്റിക് നെർവ് വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിക്ചർ വരക്കാം, ഇത് ലേബൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബയോളജിയുടെ ആൻസർ കീയുടെ ഈ പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പാർട്ട് ഇപ്പോൾ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആൻസേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, Exam Winner. Crack your exams with Exam Winner and be a true winner.